കലാൻഡിയുടെ മോനെന്ന്. കലാൻഡിയുടെ മോളല്ലേന്ന് ചോദിച്ചില്ലടാ നീ. ആരാ ഞാൻ? ഓ എന്റെ പേരൊക്കെ അറിയാമോ? അവനെന്റെ പേരൊക്കെ അറിയട്ടെ. ഞാൻ ബെന്നെന്നപ്പോ ഓർമ്മ വന്ന്. ദേവി ചേച്ചിയുടെ പേരെങ്ങനെ മനസ്സിലായി? ഒട്ടും പ്രതീക്ഷിക്കാതുള്ളൊരു കണ്ടുമുട്ടലായിരുന്നു കേട്ടോ ഇത്. പണ്ട് എപ്പോഴാണ് ഞാൻ അവനെ അവസാനമായിട്ട് കാണുന്നത്. അങ്ങനെ കണ്ടപാടെ ഞാൻ ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായി ദേവു ചേച്ചി അല്ലേ എന്ന്. ഞാൻ സത്യം തന്നെ ഞെട്ടിപ്പോയിട്ട് എൻ്റെ പേരൊക്കെ അവന് ഓർമ്മയുണ്ടായിരുന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് തന്നെ. നമ്മൾ കുറേ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഇവർ രണ്ടും നമ്മൾ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അബി ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അബി ഒന്നും കൂടി ക്ലിയർ ആക്കി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. ഇപ്പം നന്നായിട്ട് അവനങ്ങ് വളർന്ന് നീളം വെച്ച് പോയിട്ടുണ്ട്. എനിക്ക് ഐസ്ക്രീമുമായിട്ട് എൻ്റെ ഒരു കസിൻ വരുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കസിനാണ് ഈ കസിൻ. പണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ പൊക്കമൊക്കെ ആയിരുന്നേ. പിന്നെ എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല, അവൻ നിന്ന് നിപ്പിലങ്ങനെ നീണ്ടു തണ്ട് ഇപ്പോൾ ഇത്രയും വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോണ വഴിക്ക് തന്നെ ഞങ്ങൾ ഈ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് എനിക്ക് ഈ കേക്കിനോടൊന്നും വലിയ ഇഷ്ടമല്ല. അത് കഴിക്കാൻ വന്ന് എനിക്ക് വയറുവേദന വരുന്ന പോലെ ഒരു ഫീലൊക്കെ തോന്നുന്നുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടിയാൽ കഴിക്കാറുണ്ട്. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ഇവിടെ കോഫി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ ചായ കോഫി ലവറൊന്നും അല്ല. എങ്കിലും ഞാൻ അടുത്ത ടേസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യത്തെ ടേസ്റ്റ് ഞാൻ നാവ് അങ്ങോട്ട് പൊള്ളിപ്പോയി. അതുപോലെ അങ്ങ് തിരിച്ചു വെച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ